നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ആളാണ് രേണുസുതി. പഴികൾ കേട്ടിട്ടും അവർ അവരുടേതായ ജീവിതവുമായി മുന്നോട്ടു പോയി. ഇതിനിടയിൽ തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു സ്ഥിരീകരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. രേണുവിന് ക്യാൻസർ ആണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രോഗം 3ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അവസ്ഥ അല്പം മോശമാണെന്നും രേണു പറഞ്ഞിരുന്നു. 15ാം വയസ്സിൽ വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണെന്നും അതാണ് തെറിവിളികൾ കേട്ടിട്ടും സബ്സ്ക്രിപ്ഷനുകളുമായി മുന്നോട്ടു പോയതെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ആശുപത്രി കിടക്കയിൽ നിന്നും രേണു പങ്കുവച്ച പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. തന്റെ പേരിൽ നടക്കുന്ന അനധികൃത പണപ്പിരിവിനെതിരെയാണ് രേണുവിന്റെ വീഡിയോ. താൻ ആരെയും പണം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് രേണു പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. ഒരുപാട് പേർ എന്റെ അസുഖ വിവരം അറിഞ്ഞ് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാതെയാണ് പലരും സഹായവുമായി എത്തുന്നത്. എന്നാൽ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്റെ പേരിൽ ആരോ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്റെ അറിവോടെയോ സമ്മതത്തോടെയോ നടക്കുന്ന കാര്യമല്ല. എന്റെ അസുഖത്തിന് വേണ്ടി പിരിവ് നടത്തണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കക്ഷത്തേക്കും ഹൃദയത്തേക്കും ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സയ്ക്ക് നല്ല ചെലവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും യൂട്യൂബ് ചാനലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാവർക്കും എൻ്റെ അവസ്ഥ അറിയാമല്ലോ. യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് സാമ്പത്തികമായി സഹായകരമാകുന്ന പ്രതീക്ഷയിലാണ്. കാരണം ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. പണമുണ്ടായാലേ തുടർ ചികിത്സകൾ നടത്താൻ കഴിയൂ. ചികിത്സയ്ക്ക് വലിയ ചെലവാണ് വരുന്നത്. ഇതൊക്കെ തികയുമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരുപാട് പേർ എന്നെ കാണാൻ വരുന്നുണ്ട്. അവർ വരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ആശുപത്രിയിൽ പോകുമ്പോൾ രോഗികളായാലും അവരുടെ കൂടെയുള്ളവരായാലും പലരും എന്നെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവർ മരുന്ന് വാങ്ങാനായി എൻ്റെ കയ്യിൽ എന്തെങ്കിലും തുക വെച്ചു തരുന്നുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളാണ്. പക്ഷേ എൻ്റെ പേരിൽ എവിടെയും പിരിവ് നടത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടെയോ അറിവോടെയോ അല്ല. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിനായി പ്രാർത്ഥിക്കണം. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ചെലവില്ലെന്ന് ആരും പറയരുത്. നല്ല ചെലവുണ്ട്. എനിക്ക് പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണം. നിങ്ങളെപ്പോലെ പഴയതുപോലെ തന്നെ മിടുക്കി കുട്ടിയായി ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ആദരാഞ്ജലി പോസ്റ്റുകൾ ഇടാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്. അത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ അവർക്കെല്ലാം വിഷമമാകും എന്നാണ് രേണു വീഡിയോയിൽ പറഞ്ഞത്. അതേസമയം രേണുസുതിയെ കുറിച്ച് താൻ ചെയ്ത വീഡിയോകളിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ ഒരു വിഹിതം രേണുവിന് സാമ്പത്തികമായി സഹായമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം യൂട്യൂബറായ സായി കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. രേണുവിനെ കേന്ദ്രീകരിച്ച് 48ഓളം കണ്ടന്റുകൾ താൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും അവയിലൂടെ മികച്ച രീതിയിലുള്ള വരുമാനം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സായി കൃഷ്ണ വെളിപ്പെടുത്തിയിരുന്നു. നിലവിൽ രേണുസുതി നേരിടുന്ന സങ്കീർണമായ ജീവിത സാഹചര്യത്തിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഈ തുക കൈമാറുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ തന്റെ കടമയാണെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു. രേണുവിനെ വിമർശിച്ചും പിന്തുണച്ചും വിവിധ ഘട്ടങ്ങളിലായി താൻ ചെയ്ത വീഡിയോകൾ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടി. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി താൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തിരികെ സഹായിക്കേണ്ടത് അനിവാര്യതയാണെന്നും സായി കൃഷ്ണ പറഞ്ഞു. രേണുസുതിയുടെ ഒരുപാട് കണ്ടന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായി പറഞ്ഞാൽ 48 കണ്ടന്റുകൾ. വിമർശിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുമുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 48 കണ്ടന്റുകൾ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്നും അത്യാവശ്യം റവന്യൂവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ മുഴുവൻ തുകയും എന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ നിന്നൊരു തുക രേണുവിന് ഞാൻ കൊടുക്കും. കാരണം നമ്മൾ കണ്ടന്റ് ആക്കി ഒരുപാട് വീഡിയോകൾ ചെയ്തൊരു വ്യക്തിയാണ്. അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വരുമെന്ന് അറിയുമ്പോൾ അവർക്ക് പണം ആവശ്യമാണ്. നമുക്ക് കുറെ കാശുണ്ടാക്കാൻ കണ്ടന്റ് തന്നൊരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യേണ്ടതാണെന്നും എനിക്ക് തോന്നി. അവരുടെ പേര് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ തുകയിൽ നിന്നും തരക്കേടില്ലാത്തൊരു തുക അവർക്ക് കൊടുക്കും. അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള രീതിയിൽ അവശ്യ കാര്യങ്ങൾ നടന്നു പോകാൻ ഇത് മതിയാകും. ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ നിന്നും കിട്ടിയ തുകയിൽ നിന്നും ഒരിത്തിരി തുക നൽകിക്കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാനാകും. ആരുടെ മുന്നിലും കൈനീട്ടാതെ സമാധാനത്തോടെ അവരുടെ മെഡിക്കൽ ജേർണി കംപ്ലീറ്റ് ചെയ്യാനാകും. അവർ ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹമാണ്
ആഗ്രഹമാണ് എനിക്കുള്ളതെന്നും സായി കൃഷ്ണ പറഞ്ഞു. ക്യാൻസർ ചികിത്സയുടെ ആദ്യഘട്ടം തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസം രേണു തുറന്നു പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ പോയി പിക് ലൈന് ഇട്ടുവെന്നും കീമോ ഉടൻ തുടങ്ങുമെന്നും രേണു പറഞ്ഞിരുന്നു. നല്ല വേദനയുണ്ടെന്നും എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാകട്ടെ എന്നാണ് പലരും ആശംസിക്കുന്നത്. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകും, കൈവിടില്ല എന്നാണ് നടി തെസ്നി ഖാൻ കുറിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തുന്നത്. രോഗം 3ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അവസ്ഥ അല്പം മോശമാണെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. 15 വയസ്സുള്ളപ്പോഴാണ് തനിക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടെത്തിയതെന്നും എന്നാൽ അത് അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നും രേണു പറഞ്ഞിരുന്നു. ചികിത്സയ്ക്കായി തനിക്ക് പണം ആവശ്യമാണെന്നും അതാണ് തെറിവിളികൾ കേട്ടിട്ടും സബ്സ്ക്രിപ്ഷനുകളുമായി മുന്നോട്ടു പോയതെന്നും രേണു സുധി വെളിപ്പെടുത്തി. ആരാധകരെ വിഷമിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ്, അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ പോയത്. സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. തെറിവിളികൾ കേട്ടിട്ടും അതൊന്നും കളയാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് ഇക്കാര്യം അറിഞ്ഞതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്. തുടക്ക സമയമായിരുന്നു അത്. എന്നെങ്കിലും ചികിത്സ ആവശ്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. വീട്ടുകാരോട് എത്ര നാൾ മറച്ചു വെക്കും? എന്നാലും ആവശ്യം വരും. അന്നും നമുക്കാരും ഒന്നും കൊണ്ടുതരാനില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ ആയാലും യൂട്യൂബ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വരുമാനമാണ്. പിന്നെ ആൽബങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ട്രീറ്റ്മെന്റ് ചെയ്യണം, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാൻ ഡൗൺ ആകില്ല, ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകുമെന്നായിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രേണു പറഞ്ഞത്. വിവരം അറിഞ്ഞിട്ടും കിച്ചു ഇതുവരെയും തന്നെ വിളിച്ചില്ല എന്നും രേണു തുറന്നു പറഞ്ഞിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഋതപ്പനെ പുറത്തു കൊണ്ടുപോകുന്നുവെന്ന് പറയാൻ വിളിച്ചു. അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സത്യമാണോ എന്ന് പോലും അവൻ വിളിച്ചു ചോദിച്ചില്ല എന്നാണ് രേണു പറഞ്ഞത്. എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാളുകൂടി ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്. ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിനെല്ലാവരുടെയും പ്രാർത്ഥന വേണം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുമെന്നും രേണു പറഞ്ഞു. കിച്ചു സുധിയുടെ പുതിയ വീഡിയോയ്ക്ക് താഴെ രേണുവിനെ ചെന്ന് കാണണമെന്ന് കമന്റുകൾ ഇട്ടവരുമുണ്ടായിരുന്നു. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു. സുധിയുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനെ പോലെയാണ് രേണു വളർത്തിയത്. സമീപകാലത്ത് രേണുവും കിച്ചുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. തന്റെ ബ്രാൻഡിന്റെ പുതിയ ഡിസൈനിലുള്ള ടീഷർട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോയ്ക്ക് താഴെയാണ് രേണുവിനെ ചെന്നു കാണാൻ കിച്ചുവിനോട് അഭ്യർത്ഥിക്കുന്ന കമന്റുകൾ ഉള്ളത്. മോനെ കാണാൻ പോകണം. തീർച്ചയായും രേണു അമ്മ എന്തിനിതൊക്കെ ചെയ്തു എന്നതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി നിന്നെ പ്രസവിച്ച അമ്മയുടെ സ്വഭാവം കാണിക്കാതെ നിന്നെ ചേർത്ത് പിടിച്ച അമ്മയുടെ അരികിൽ ചെല്ലുക. നാളെ എന്നത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്, അത് മനസ്സിലാക്കുക. അമ്മയെ പോയി ഒന്ന് കാണുമോനെ, നിനക്ക് ദൈവം അനുഗ്രഹം ഉണ്ടാകും. അമ്മ നിന്നെ കുറച്ചൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകിലും നിന്റെ സ്വന്തം അമ്മ നോക്കാത്ത പോലെ നിന്നെ നോക്കാതിരുന്നിട്ടില്ലല്ലോ. അവർ നിന്നെ നോക്കിയിട്ടില്ലേ? അവരെ പോയി കാണണം മോനെ. കിച്ചു സൂപ്പർഡാ മോനെ. നീ അമ്മയെ കാണാൻ പോകാൻ മറക്കല്ലേ കുട്ട. കിച്ചുമോനെ, അമ്മയെ പോയി കാണടാ. മനുഷ്യന്റെ അവസ്ഥയാ, പറയാൻ പറ്റില്ല. എപ്പോഴാ എന്താ സംഭവിക്കുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇനി കീമോ തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഹാർട്ടിന്റെയും ലിവറിന്റെയും ഫംഗ്ഷൻസ് എല്ലാം ശരിയാണെന്ന് കാണിക്കുന്ന ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തു. എല്ലാം ഓക്കെയാണ്. കീമോ ചെയ്യാനുള്ള പിക് ലൈൻ ഇട്ടു. ഉടനെ തുടങ്ങും. വേദനയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു സുധി പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പോസ്റ്റിന് താഴെ രേണുവിനെ ആശ്വസിപ്പിച്ചും രേണുവിനെ വേണ്ടി പ്രാർത്ഥിച്ചും ഒരുപാട് കമന്റുകൾ എത്തിയിരുന്നു. എല്ലാം ശരിയായി ഇതേ ചിരിച്ച മുഖത്തോടെ രേണു തിരിച്ചെത്തുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രത്യാശ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.